6 മണിക്കൂറിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായി 5 മനുഷ്യരെ അടിച്ചടിച്ച് കൊന്നൊടുക്കിയ ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ ഒരുത്തന്റെ പൈശാചിക പാതകയാത്ര. അല്ലെങ്കിൽ തന്നെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ട അമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ചു തുടങ്ങിയതാണ് ആ കൊലവെറി. കൊലച്ചോറ് പോലെ വാങ്ങിയ കുഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു തുടുത്ത കവിൾ 13-കാരൻ കൂടപ്പിറപ്പ്, ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ ഒരു പാവം പെൺകുട്ടി, വല്യച്ഛൻ, വയോധിക. ഒരു പകൽപ്പാതി അത്രയും അവൻ കൊന്നൊടുക്കിയത് കൂടത്തിന് നെടുന്നെറ്റിക്കടിച്ചാണ്. ആ ചിതറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി. ഇഷ്ടഭക്ഷണം പാഴ്സലാ വാങ്ങി കൊതിയോടെ വീട്ടിലെത്തിയത് കഴിക്കും മുന്നേ അനിയന്റെ നേർക്ക് എങ്ങനെ നിന്റെ കൈ പൊങ്ങിയടാ മുടിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടലല്ല, നിസ്സംഗമാണ്, മരവിച്ചിരിപ്പാണ് മനസാക്ഷി. അശനിവാദം പിടിച്ച ഈ പുതിയ വർഷം 24 പൂർത്തിയാക്കി 25 പുലർന്നെ ആ പാതിരാവിൽ തുടങ്ങി 2 മാസം കഷ്ടിച്ച് പൂർത്തിയാകുമ്പോൾ കണ്ട അരുംകൊലകൾ, മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പെരുക്കുന്ന പെരുക്കപ്പട്ടികയാണ്. മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി അറക്കുന്ന അസുരവിത്തുകൾ, പിഞ്ചുകുഞ്ഞിനെ എടുത്ത് ആഴത്തിലെറിയുന്ന രക്തബന്ധുക്കൾ, കൂട്ടുകാരന്റെ മുഖം കക്കൂസിൽ മുക്കി കൊലക്കി കൊടുക്കുന്ന സഹപാഠികൾ, പുക്കളിൽ കോമ്പസിട്ട് കുത്തിക്കറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ. കണ്ടു മടുത്തു, ഇനി വയ്യ. നമ്പർ 1 കേരളം എന്ന വ്യാജത്തിൽ കൈമലർത്തി പിത്തം പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും ഇച്ഛാശക്തി കാണിക്കണം സർക്കാർ. ആ സർക്കാരും സംഘടനകളും ക്ഷേത്ര മഹല്ല് പള്ളിക്കമ്മിറ്റികളും മനുഷ്യത്വം ചോരാത്ത മനുഷ്യരും ചേർന്ന് ഈ മുടിഞ്ഞ കാലത്തോട് അവസാനത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കണം. കേരളം സൈക്കോകൾ മരണം നൃത്തമാടുന്ന നാശകാലം, ചാവുദിനങ്ങൾ. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലഹരിയിൽ ലക്കുകെട്ട് കുറച്ചുകൂടി മൂത്താൽ അമ്മയ്ക്ക് നേരെ, പിന്നെയും മൂത്താൽ കത്തിയെടുക്കുന്ന പരമ്പര ചെറുക്കാവതല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഭയകാലമെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളർച്ചാ സൂചിക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കെട്ടിപ്പൊക്കുന്ന വികസനത്തിന്റെ സപ്രപഞ്ചക്കെട്ടിൽ ആർക്കു വേണ്ടിയാണ് സാറേ?